നദീജല കരാർ ഇന്ത്യ നിർത്തിവെച്ചതിന് ശേഷം പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി. കുനാർ നദിയിൽ താലിബാൻ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നതോടെ പാകിസ്ഥാനിൽ ജലക്ഷാമം അതിരൂക്ഷമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷത്തിലെ മറ്റൊരു പ്രധാന പോയിന്റായി ഉയർന്നു വന്നേക്കാവുന്ന ഈ നീക്കത്തെ താലിബാൻ വിശേഷിപ്പിച്ചത് ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആഭ്യന്തര വികസനം എന്നാണ്. ഇത് നദിയുടെ താഴെയുള്ള ഒഴുക്കിനെ ദോഷകരമായി ബാധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിലേക്കുള്ള നദിയുടെ താഴ്വരയിലെ ഒഴുക്ക് കുത്തനെ കുറയ്ക്കുന്ന ഒരു നീക്കമാണിത്. ഇതിനകം തന്നെ വഷളായിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഒരു പുതിയ മുന്നണി തുറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഈ സംഭവം അഫ്ഗാനിസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സാമ്പത്തിക കമ്മീഷന്റെ സാങ്കേതിക സമിതിയുടെ യോഗത്തിൽ കുനാർ നദിയിൽ നിന്നും നങ്കർഹറിലെ ദാരുന്ത അണക്കെട്ടിലേക്ക് വെള്ളം മാറ്റാനുള്ള നിർദ്ദേശം ചർച്ചകൾക്ക് ശേഷം അംഗീകരിക്കുകയും അന്തിമ തീരുമാനത്തിനായി സാമ്പത്തിക കമ്മീഷന്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. പദ്ധതി നടപ്പിലായാൽ അഫ്ഗാനിസ്ഥാനിലെ നംഗർഹാറിലെ നിരവധി കൃഷിഭൂമികളെ ബാധിക്കുന്ന ജലക്ഷാമം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലേക്കുള്ള ജലപ്രവാഹത്തെ ബാധിക്കും. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ചിത്രാൽ ജില്ലയിലെ ഹിന്ദുക്കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് കുനാർ നദി ഉത്ഭവിക്കുന്നത്. പിന്നീട് തെക്കോട്ടൊഴുകി അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകി കുനാർ നങ്കർഹാർ പ്രവിശ്യകളിലൂടെ ഒഴുകി കാബൂൾ നദിയിൽ പതിക്കുന്നു. 1/3 വരുന്ന പെച്ചിന്റെ വെള്ളത്താൽ ഉത്തേജിതമായ ഈ സംയോജിത നദികൾ പിന്നീട് കിഴക്കോട്ട് പാകിസ്ഥാനിലേക്ക് തിരിഞ്ഞ് ആ രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് നഗരത്തിനടുത്ത് സിന്ധു നദിയിൽ ചേരുന്നു. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ നദികളിൽ ഒന്നാണിത്. സിന്ധു നദിയെ പോലെ ജലസേചനം, കുടിവെള്ളം, ജലവൈദ്യുത ഉൽപാദനം എന്നിവയുടെ പ്രധാന സ്രോതസ്സാണ് ഇത്. പ്രത്യേകിച്ചും അതിർത്തി കടന്നുള്ള അക്രമത്തിന്റെ പ്രഭവ കേന്ദ്രമായ വിദൂര ഖൈബർ പഖ്തൂൺഖ്വ മേഖലയ്ക്ക്. കുനാർ നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അഫ്ഗാനിസ്ഥാൻ അണക്കെട്ടുകൾ നിർമ്മിച്ചാൽ ഇന്ത്യ സിന്ധു നദിയിലെ ജലവിതരണം പരിമിതപ്പെടുത്തിയതിനാൽ ഇതിനകം വരണ്ടുണങ്ങിയ ജനങ്ങൾക്ക് ജലസേചനം, കുടിവെള്ള വിതരണം, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയ്ക്കുള്ള ജലലഭ്യത അഫ്ഗാനിസ്ഥാന് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായും ഡൽഹിയുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയിൽ നിന്നും വ്യത്യസ്തമായി കാബൂളുമായി ഈ ജലം പങ്കിടുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു കരാറും ഇസ്ലാമാബാദിനില്ല. അതായത് താലിബാനെ നിർബന്ധിച്ച് പിന്മാറാൻ ഉടനടി ഒരു മാർഗവുമില്ല എന്നാണ്. ഇത് പാക് അഫ്ഗാൻ അക്രമം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയം ഉയർത്തിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള പ്രതികാര നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മെയ് 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നാണ്. ഇനി വരുന്ന കാലയളവിൽ പാകിസ്ഥാൻ അധികം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങി ആ രാജ്യം തന്നെ സർവനാശത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.